പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തിക്ക് മനസ്സിലായി, ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ ഒരു റൂമിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം അവിടെ ഇരിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും കിടന്നതിന് ശേഷം അലീനയുടെ റൂമിലേക്ക് വരുന്നുണ്ട് വൈജയന്തി. എന്നിട്ട് അലീനയോട് സംസാരിക്കുവാണ്. വൈജയന്തിക്ക് ആ വീട്ടിലെ അധികാരം നഷ്ടപ്പെട്ട രീതിയും മക്കളെല്ലാം വൈജയന്തിക്ക് എതിരായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയാണ് അലീനയുടെ മുഖത്ത്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, നിനക്കിതെല്ലാം കേട്ട് ചിരിയാണ് എന്ന് എനിക്കറിയാം, നിനക്ക് ചിരിക്കാം, പക്ഷേ നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ജീവിതമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വൈജയന്തിയുടെ ആവശ്യം അലീന അവിടുന്ന് പോകണമെന്നുള്ളതാണ്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്, എന്തെങ്കിലും ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം എൻ്റെ ജീവിതത്തിൽ നീ എന്നോട് ചെയ്ത അത്രയും ദ്രോഹം വേറെ ആരും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് വൈജയന്തി. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം, ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കിയല്ല, പക്ഷേ ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ അറിഞ്ഞാലും എന്നെ അന്വേഷിച്ച് പിന്നെ വന്നേക്കരുത്, എന്നെ പിന്നീട് തിരിച്ച് വിളിച്ചേക്കരുത്, എൻ്റെ പുറകെ വന്നേക്കരുത് എന്ന് പറയുമ്പം വൈജയന്തി ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒരിക്കലും നിൻ്റെ പുറകെ വരില്ല എന്ന്. പിന്നെ അലീന ഒന്നുകൂടെ പറയുന്നുണ്ട്, മാഡം ഒരിക്കലും എൻ്റെ ശത്രുവല്ല, ഒരിക്കലും ശത്രു ആകത്തും ഇല്ല എന്ന്. ഏതായാലും അലീനയോട് വീട് വിട്ടു പോകണം എന്ന ആവശ്യം പറഞ്ഞതിന് ശേഷമാണ് വൈജയന്തി അലീനയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് പോരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തതിന് ശേഷം അലീന ഈ കാര്യം പോയി ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. ബാലേന്ദ്രനോട് പറയുവാണ്, മക്കളെല്ലാം നല്ല സ്വഭാവത്തിലേക്ക് എത്തി, ഇനിയിപ്പം വൈജയന്തി കൂടി ഒന്ന് നേരെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്നുള്ളൊരാവശ്യമാണ് അലീന ബാലേന്ദ്രനോട് പറയുന്നത്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് തെറ്റി, നീ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ബാലേന്ദ്രൻ്റെ കുടുംബം ഇങ്ങനെയെങ്കിലും ഉരുണ്ട് മുന്നോട്ട് പോകുന്നത്, നീ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തകർച്ച എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അന്നേരം അലീനയ്ക്ക് ആകെ വിഷമാവുന്നു, ഇവിടുന്ന് പോകാനും പറ്റത്തില്ല ബാലേന്ദ്രൻ കാരണം, എന്നാൽ അവിടെ നിൽക്കാമെന്ന് ചോദിച്ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നുമില്ല. ഇനി എന്ത് ചെയ്യുന്നോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാറ് നല്ല മഴയത്ത് കയറി വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ വരവും രീതിയൊക്കെ കണ്ടിട്ട് ഒരു പുതിയ എൻട്രി ആണെന്ന് തോന്നുന്നു, ആരാണെന്നറിയില്ല, ഏതായാലും നമുക്ക് കാത്തിരിക്കാം.